ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂലുസ് സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പുസ്തകമാണ്. ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടേതാണ്. ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മളെ സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖബറിൽ 3 ചോദ്യങ്ങളുണ്ടാവും. മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബ് ആരാണ്? മൻ നബിയുക്ക, നിൻ്റെ നബി ആരാണ്? മാ ദീനുക്ക, നിൻ്റെ മതമേതാണ്? ഈ 3 ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വിജ്ഞാനങ്ങൾ ഉണ്ടാക്കണം. നമ്മളെ റബ്ബ് ആരാണ് എന്ന് നമ്മൾ ശരിയായിട്ട് അറിയണം. അതിൻ്റെ വിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. നമ്മളിവിടെ കുറേ മുസ്ലിങ്ങളെ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട സംഘടനകളും കക്ഷികൾ വരെയുണ്ട്. പക്ഷെ അവരോട് ചോദിച്ചാൽ പോലും റബ്ബ് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകും ആ അധിക പേരുടെയും വിശ്വാസം തെറ്റാണ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പഠിപ്പിച്ച വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസം അല്ല അവരുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മളിത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ പുസ്തകം ശരിക്കും പഠിക്കണം. അപ്പം നമ്മൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് പഠിച്ചു കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ റുക്കുനുകൾ, അതിൻ്റെ നിബന്ധനകൾ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിന് ശേഷമുള്ളതാണ് നിസ്കാരവും പിന്നെ സക്കാത്തും. തൂണുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ, റുക്കുനുകൾ. വദലീലു സലാത്തി വ സക്കാത്തി വ തഫ്സീരി തൗഹീദി ഖൗലുഹു തആല വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയൂത്തുസ് സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ. നിസ്കാരത്തിനും സക്കാത്തിനുമുള്ള തെളിവും തൗഹീദിൻ്റെ വിശദീകരണവുമാണ് ഈ ആയത്തിൽ. അപ്പോൾ ഈ ആയത്ത് പറയുന്നത് മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കരാക്കിക്കൊണ്ട് അവനെ ആരാധിക്കുവാനും നിസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല താനും. അതത്രേ ചൊവ്വായ മാർഗത്തിൻ്റെ മതം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ള പറയാണ്. നിസ്കാരം 2ാമത്തെ തൂണാണ് ഇസ്ലാമിൻ്റെ. സക്കാത്ത് 3ാമത്തെ തൂണും. സക്കാത്ത് നിസ്കാരത്തിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ. നിസ്കാരം ശാരീരികമായ കർമ്മമാണ്, എന്നാൽ സക്കാത്ത് സാമ്പത്തികമായ കർമ്മമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവാണ് സത്യം, അവർ നിസ്കാരത്തിനെയും സക്കാത്തിനെയും വേർതിരിച്ചാൽ ഞാൻ തീർച്ചയായും അവരോട് യുദ്ധം ചെയ്യുന്നതാണ്. അദ്ദേഹം ഇത് പറഞ്ഞത് റളിയല്ലാഹു അൻഹു ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സക്കാത്ത് കൊടുത്തില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്യുകയും പറയുകയും ചെയ്തു, അള്ളാഹുവാണ്, അവർ നിസ്കാരത്തെയും സക്കാത്തെയും തമ്മിൽ വേർതിരിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. അള്ളാഹുവാണ് സത്യം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊടുത്തിരുന്നൊരു സക്കാത്തായ ഒരു കയറിനെയോ ചില റിപ്പോർട്ടുകളിൽ ഒരു പെൺ ആടിനെയോ അവർ തന്നിട്ടില്ലെങ്കിലും
ഞാൻ അവരോട് അതിനു വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് സക്കാത്ത് ഒരു നിർബന്ധ അവകാശമാണ്. അത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു സ്തംഭമാണ്, ഒരു തൂണാണ്. അത് അള്ളാഹുവിൻ്റെ കിതാബിൽ നിസ്കാരത്തിൻ്റെ കൂടെ ഒരു അടുത്ത കൂട്ടുകാരനായിട്ടാണ് അള്ളാഹു കുറേ വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് നമ്മളിപ്പം പഠിക്കുന്ന ഈ വചനം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയൂത്തുസ്സക്കാത്ത. മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കരായിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കാനും നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കുവാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും അതത്രേ ചൊവ്വായ മാർഗത്തിൻ്റെ മതം. തൗഹീദിൻ്റെ തെളിവ് ഇതിൻ്റെ തുടക്കത്തിലുണ്ട്. അള്ളാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കരാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കാൻ. ഇതാണ് തൗഹീദിൻ്റെ വിശദീകരണം. അത് അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഖ്ലാസോട് കൂടി, അതായത് അവനെ മാത്രം ആരാധിക്കുക. അവനെ അല്ലാത്ത ആരാധനയൊക്കെ അത് ഒഴിവാക്കണം, അത് ഉപേക്ഷിക്കണം. അതുകൊണ്ട് മതം, തൗഹീദ്, ഇബാദ, അനുസരണം, ഇതിനൊക്കെ ഒരേ അർത്ഥമാണുള്ളത്. മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മതത്തെ നിഷ്കളങ്കരാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കുക. ഇതിൻ്റെ അർത്ഥം ആരാധനയാണ്. ഇതാണ് തൗഹീദിൻ്റെ വിശദീകരണം. അപ്പോൾ തൗഹീദിൻ്റെ വിശദീകരണം എന്താ? ആരാധന അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് തൗഹീദിൻ്റെ വിശദീകരണം. ചില പണ്ഡിതന്മാർ പറയുന്നത് പോലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ എന്ന സ്ഥിരീകരണമല്ല. നമുക്കറിയാം, ഇത് തൗഹീദ് റുബൂബിയാണ്, അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങളാണ്. ആ തൗഹീദ് റുബൂബിയ മാത്രമാണ് തൗഹീദെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ തൗഹീദുൽ ഉലൂഹിയ ആണ് ആവശ്യം. തൗഹീദുൽ ഉലൂഹിയാണ് എല്ലാ ദൂതന്മാരും അവരുടെ സമൂഹത്തെ വിളിച്ചത്. അതുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ ഇല്ലാതെ തൗഹീദ് ഉലൂഹിയ നടപ്പിലാക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. അപ്പോൾ തൗഹീദുൽ ഉലൂഹിയ എന്താ നമുക്കറിയാം? ആരാധനകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം. അപ്പം അത് സൃഷ്ടികൾ ചെയ്യുന്ന കർമ്മമാണ്. ആ സൃഷ്ടികൾ ചെയ്യുന്ന കർമ്മം, ആരാധനകൾ അള്ളാഹുവിന് മാത്രം എന്നതാണ് എല്ലാ ദൂതന്മാരും അവരെ സമൂഹത്തെ വിളിച്ചത്. തൗഹീദ് റുബൂബിയാണ് ഒരാൾ നടപ്പിലാക്കുന്നതെങ്കിൽ, അത് മാത്രമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അവനൊരു മുസ്ലിം അല്ല. കാരണം എന്താ? ബഹുദൈവാരാധകർ അതിൽ വിശ്വസിക്കുന്നുണ്ട്, അവരും അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചതുകൊണ്ട് മാത്രം അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നില്ല. അവരോട് യുദ്ധം ചെയ്യുന്നത് നിരോധിച്ചിട്ടില്ല. അവരോട് സമ്പത്ത് എടുക്കുന്നത് നിരോധിച്ചിട്ടില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അവർ തൗഹീദ് റുബൂബിയ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ തൗഹീദുൽ ഉലൂഹിയ, ആരാധന അള്ളാഹുവിന് മാത്രമാണെന്നത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തൗഹീദ് റുബൂബിയ മാത്രം അംഗീകരിച്ചവർ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും ആരാധിക്കുന്നു. അതുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല. ഇതാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന്
തൗഹീദിൻ്റെ വിശദീകരണം ഇന്ന ആളുടെ പുസ്തകത്തിൽ നിന്നല്ല. കാരണം അൽ ജൗഹറ എന്ന പുസ്തകം, അൽ മവാഖിഫ് എന്ന പുസ്തകം, ഇതൊക്കെ ബിദ്അത്തുകാരുടെ പുസ്തകമാണ്, അശ്ശരികളുടെ പുസ്തകമാണ്. ഇതൊന്നുമല്ല നമ്മൾ തൗഹീദിൻ്റെ വിശദീകരണം പഠിക്കാൻ എടുക്കേണ്ടത്. നമ്മൾ തൗഹീദിൻ്റെ വിശദീകരണം അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ പുസ്തകത്തിൽ നിന്നും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം അവരാണ് അള്ളാഹുവിൻ്റെ കിതാബിനെയും അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നത്. നിസ്കാരത്തെക്കുറിച്ചുള്ള തെളിവ് അള്ളാഹുവിൻ്റെ വചനം വയുഖീമുസ്സലാത്ത, അവർ നിസ്കാരം നിലനിർത്തുന്നു. നിസ്കാരം നിലനിർത്തുവാനും ഇതിൻ്റെ അർത്ഥം അള്ളാഹ് കൽപ്പിച്ചതുപോലെ അവരത് നിർവഹിക്കണം. അതിന് നിബന്ധനകളുണ്ട്, അതിന് സ്തംഭങ്ങളുണ്ട്, അതിൻ്റെ ആവശ്യങ്ങളുണ്ട്. പുറമേ നിസ്കരിക്കുക മാത്രം ചെയ്യുക അത് പോരാ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടില്ല അവർ നിസ്കരിക്കുന്നു എന്നല്ല അള്ളാഹു പറഞ്ഞത്. മറിച്ച് അള്ളാഹു പറഞ്ഞത് അവർ നിസ്കാരം മറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? നിസ്കാരം നിലനിർത്തുക. നിസ്കാരം നിലനിർത്തണമെങ്കിൽ അത് അള്ളാഹു കൽപ്പിച്ച പോലെ അത് നിർവഹിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ആരെങ്കിലും ഒരു നിസ്കാരം നിസ്കരിക്കുന്നു, അവനിഷ്ടമുള്ളതുപോലെ, അവൻ തിരഞ്ഞെടുത്തതുപോലെ, അവനിഷ്ടമുള്ള സമയത്ത്, അവൻ ശുദ്ധീകരണം വുളു ചെയ്യുന്നില്ല, അവനത് സമാധാനത്തോടെ ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല, ഇവരെക്കുറിച്ച് എന്താ പറയുക? അവർ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വേഗത്തിൽ നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ തിരിച്ചു പോ, വീണ്ടും നിസ്കരിക്കുക, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. ഇത് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അപ്പോൾ ഉദ്ദേശം പുറമേ ഒരു നിസ്കാരത്തിൻ്റെ രൂപം കാണിക്കലല്ല, റുക്കൂ, സുജൂദ്, ഇരുത്തം, ഇതല്ല ഉദ്ദേശം. മറിച്ച് ഉദ്ദേശം അത് അള്ളാഹു എങ്ങനെയാണോ നിയമമാക്കിയിട്ടുള്ളത്, അള്ളാഹു നിയമമാക്കിയ എല്ലാ ആവശ്യങ്ങളുടെയും പൂർത്തീകരണത്തോടെ അത് നിർവഹിക്കലാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ അള്ളാഹു സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു, സക്കാത്ത് കൊടുക്കുക. അതിനർത്ഥം സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. ഇത് അള്ളാഹു സൂറത്ത് തൗബയിലെ 9 അധ്യായം 60 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീലി ഫരീദത്തൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹക്കീം. അസ്സദഖ ആർക്കൊക്കെയാണ്? അത് ഫുഖറാകൾക്ക് മാത്രമാണ്. ഇവിടെ അസ്സദഖ എന്ന് പറഞ്ഞാൽ സക്കാത്താണ്. ബാറക്കല്ലാഹു ഫീക്കും. അതാർക്കും മാത്രമാണ്? അത് ഫക്കീർമാർക്ക്, മിസ്കീനുമാർക്ക്, സക്കാത്ത് പിരിക്കുന്നവർക്ക്, ആരുടെയൊക്കെ ഹൃദയങ്ങളാണ് ഇസ്ലാമിലേക്ക് ചായ്വ് കാണിക്കുന്നത്, ഇസ്ലാമിനോട് അടുക്കുന്നത്, അടിമമോചനത്തിന്, കടക്കാർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ചെയ്യുന്ന മുജാഹിദുകൾക്ക്, വഴിയാത്രക്കാർക്ക് എല്ലാം അള്ളാഹു നിർബന്ധമാക്കിയതാണ്. അപ്പോൾ ഇതെന്താ? ഒരു നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ ഈ ആയത്തിൽ സദഖ എന്ന് പറഞ്ഞത് സക്കാത്താണ്. അള്ളാഹുവാണ് എല്ലാം അറിയുന്നവനും ഏറ്റവും യുക്തിമാനും. അപ്പോൾ ഇവിടെ 8 വിഭാഗം ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ 8 വിഭാഗത്തെ
ത്തിലേക്ക് പരിമിതപ്പെടുത്തി. കാരണം ഈ ആയത്ത് തുടങ്ങുന്നത് എന്താ? ഇന്നമ എന്ന് പറഞ്ഞിട്ടാണ്, മാത്രം. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം. അപ്പോൾ ഈ 8 വിഭാഗക്കാർക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ, അതല്ലാത്തവർക്ക് കൊടുക്കരുത്. ഈ 8 വിഭാഗത്തിൻ്റെ പുറമേ ഉള്ള ആരെങ്കിലും സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുത്തിട്ടില്ല. അവൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സക്കാത്തല്ല. അത് സക്കാത്താകണമെങ്കിൽ അള്ളാഹു പരിമിതപ്പെടുത്തിയ ഈ 8 വിഭാഗക്കാർക്ക് തന്നെ കൊടുക്കണം. ഇതാണ് സക്കാത്തിൻ്റെ അർത്ഥം. അതിന് പുറമെ അതതിൻ്റെ ശരിയായ സമയത്ത് ചെയ്യണം, അതിൻ്റെ നിർബന്ധമാക്കിയ സമയത്ത് ചെയ്യണം. പിന്നെ അതിനെ വൈകിപ്പിക്കരുത്, അതിൽ മടി കാണിക്കരുത്. അത് എല്ലാവർക്കും കൊടുക്കുവാൻ അവനത് ചെയ്യേണ്ടത് അവൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അവൻ അതിനെ ഒരു പിഴയായിട്ടോ ഒരു നഷ്ടമായിട്ടോ കണക്കാക്കരുത്. ഇതാണ് നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും തെളിവ്. പിന്നെ തൗഹീദിൻ്റെ വിശദീകരണവും. നമുക്കിവിടെ നിർത്താം. ബാറകല്ലാഹു ഫീക്കും, ഹഫിദകുമുല്ലാഹ്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.